അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി ദിതി ദാമോദരൻ. ദളിതരും സ്ത്രീകളും കഴിവ് കുറഞ്ഞവരെന്ന് മലയാള സിനിമ പ്രതിനിധാനം ചെയ്യുന്ന കസേരകളിലിരിക്കുന്ന പലരും കരുതുന്നെന്ന് അവർ പറഞ്ഞു. ആ മനോഭാവത്തിന്റെ മൗത്ത് പീസാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതെന്നും ദിതി ദാമോദരന്റെ വിമർശനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ശ്രീകുമാരൻ തമ്പി പരിഹസിച്ചെന്നും ദിതി ദാമോദരൻ വിമർശിച്ചു. സിനിമ കോൺക്ലേവിലൂടെ എല്ലാത്തിനും അവസാനമായി എന്ന് കരുതുന്നില്ലെന്നും ഇനിയും പോരാട്ടം തുടരുമെന്നും ദിതി ദാമോദരൻ 24-നോട് പറഞ്ഞു. സലിം മാലിക് തയ്യാറാക്കിയ റിപ്പോർട്ട്. സിനിമാ കോൺക്ലേവിന് ശേഷം ഇപ്പോൾ ദിതി ദാമോദരൻ 24-നൊപ്പം ചേരുകയാണ്. നിങ്ങൾ നടത്തിയൊരു പോരാട്ടമാണ് ശരിക്കും കോൺക്ലേവിലേക്ക് എത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് വേദിയിൽ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞതുമാണ്. ഈ കോൺക്ലേവിന് ശേഷം എന്ത് ഫീലിംഗ് ആണുള്ളത്? കാരണം നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ചർച്ചകൾ മുന്നോട്ട് പോയോ, അതല്ല ചർച്ചകൾ ഏകപക്ഷീയമാകുന്ന സാഹചര്യം ഉണ്ടാകും? എന്താണ് ഒരു തോന്നൽ? ചർച്ച ഉണ്ടാവുക എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാനം. ചർച്ച ഉണ്ടായി. ചർച്ചകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മൾ ഡെമോക്രാറ്റിക് ആവുക എന്ന് പറയുന്നതിന് തുല്യമാണ്. ഇതൊരു ഡെമോക്രാറ്റിക് സ്പേസ് ആണ് എന്നും ഇവിടെ നമ്മൾ മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത വിധം അസംഖ്യം ശബ്ദങ്ങൾ, അത് WCC മാത്രം ഉന്നയിച്ചതല്ല, പലതും ഒരേപോലെയുള്ള ആവശ്യങ്ങളായിരുന്നു. പോളിസിൻ്റെ മുമ്പിലും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു. ഗവൺമെൻറ്റിന് പല കുറി നമ്മൾ എഴുതി കൊടുത്തതായിരുന്നു. അതിലുണ്ടായ ഒരു എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള എലിമെൻ്റ് എന്താണെന്ന് വെച്ചാൽ അത് ഇവിടെ ആവർത്തിക്കപ്പെടുന്നു. നമ്മൾ പറഞ്ഞതും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നതും ആയ കാര്യങ്ങൾ ഇവിടെ ആവർത്തിക്കപ്പെടുന്നുവെന്നും അത് പരിഹാരം കാണേണ്ടതാണ് എന്നുമൊക്കെ ഇവിടെ ചർച്ച ചെയ്തപ്പം നമുക്ക് പോസിറ്റീവായിട്ടാണ് തോന്നി. എന്ന് വിചാരിച്ച് ഇതിനെല്ലാത്തിനും അവസാനമായി എന്നില്ല. കാരണം ഈ യാത്രക്കിടയിൽ വളരെ നിന്നുപോയ, സ്റ്റാഗ്നൻ്റായ, മരവിച്ച് കിടന്ന പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് പോലും 4.25 കൊല്ലം അതെങ്ങനെയാണ് തഴയപ്പെട്ടത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഇതേപോലെ എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാവുമായിരുന്നു. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാലതാമസം അത് ഈ ഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം അത് പുറത്തുവിടുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, അതിനപ്പുറത്തേക്ക് ആ വിഷയത്തിൽ പിന്നീട് ഒരു സിനിമാ കോൺക്ലേവിലേക്ക് എത്തുന്ന കാര്യത്തിലാണെങ്കിലും ശരി, വല്ലാതെ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 3 മാസത്തിനുള്ളിൽ സിനിമാ നയം രൂപീകരിക്കുമെന്ന് പറയുന്നു. പക്ഷേ സ്വാഭാവികമായും അങ്ങനെ രൂപീകരിക്കുമെന്ന പ്രതീക്ഷയുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെയാണ്, നമ്മൾ വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. കാരണം നമ്മൾ അങ്ങനെയാണ് ഇതിന് മുമ്പും ചെയ്തിട്ടുള്ളത്. ഇനിയും ഇത് നിന്ന് പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ മുട്ടാത്ത വാതിലുകളില്ല. അതുകൊണ്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും എന്നതിൻ്റെ തെളിവായിട്ടാണ് വീണ്ടും അന്ന് ഉന്നയിച്ച ആവശ്യങ്ങളുടെ പുറകെ ഇന്ന് പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് പിന്നെന്തുണ്ടായി എന്ന് ശ്രീകുമാരൻ തമ്പി സാർ പോലെ ഒരാൾ ചോദിച്ചു. അത് എല്ലാ മീഡിയയും പൊതുജനങ്ങളും ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.